ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു ഈവനിങ് സ്നാക്ക് പക്കാവടയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ചൂട് ചായയുടെയും ചൂട് കട്ടൻ്റെയൊക്കെ കൂടെ നല്ല കറുമുറയെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. പക്കാവട തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനെടുത്ത അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ വറക്കാത്ത അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് ചേർക്കുക. ഞാൻ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും എനിക്ക് കുഴയ്ക്കാൻ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അതായത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. ഇങ്ങനെ പൊടിയും പേസ്റ്റും ഒന്നും ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ജീരകവും അല്ലെങ്കിൽ വലിയ ജീരകവും കൂടെ അരച്ച് കലക്കി ഒഴിച്ച് കുഴച്ചാൽ മതി. 1 ടീസ്പൂൺ ഉപ്പ് ഇടുകയാണ്. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് ശ്രദ്ധിച്ച് കുഴയ്ക്കണം, വെള്ളം കൂടി പോകരുത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് കൈ കൊണ്ട് തന്നെ ഞാനങ്ങ് മിക്സ് ചെയ്യും കേട്ടോ. കൈ കൊണ്ടല്ലേ കുഴയ്ക്കാൻ പോകുന്നത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ഇത് 240 ml ഒരു കപ്പാണ്. അതിനാണ് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തേക്കുന്നത്. ഈ പൊടികളൊക്കെ എടുത്ത സെയിം കപ്പിന് തന്നെയാണ് വെള്ളവും എടുത്തത്. വെള്ളം ഒരു പക്ഷേ കൂടിപ്പോയാൽ കുറച്ചുകൂടി പൊടിയിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത്. ഞാനാണ്ട് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും വെള്ളം ഇതിൻ്റെ ബാക്കി വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് 2-2.5 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാ. ഇതിനകത്ത് ഞാൻ എണ്ണ ചേർത്ത് കുഴച്ചിട്ടില്ല. പിന്നെ കാരണമെന്ന് പറഞ്ഞാൽ എണ്ണ കുടിക്കാതിരിക്കാനാണ് ഈ എണ്ണ ചേർത്ത് കുഴയ്ക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പൊരിക്കുന്ന സമയത്ത് എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷമേ നമ്മളിത് പൊരിക്കാവുള്ളൂ. അന്നേരം എണ്ണ കുടിക്കത്തില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എണ്ണ തിളയ്ക്കുന്നതിന് മുമ്പ് ഇടുകയാണെങ്കിലാണ് എണ്ണ കുടിക്കുന്നത്. 1 കപ്പ് കടലപ്പൊടിക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യിലൊന്നും കൂടുതൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല കൂടുതൽ. അതല്ല, കടലപ്പൊടി കൂടുതലും അരിപ്പൊടി കുറച്ചുമാണെങ്കിൽ കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കും. അതിനാണ് കൂടുതലും എണ്ണ ആൾക്കാർ ചേർക്കുന്നത്. കുറച്ച് എണ്ണ ഞാൻ കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ വെറുതെ അതിൻ്റെ പുറത്തൊന്ന് തൂക്കാനാണ്. സേവനാഴി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിക്കലത്തെ തട്ട് ഊരിയിട്ട് നമുക്ക് ഈ 4 ഹോൾസുള്ള ചില്ല് നമുക്ക് ഇതിൻ്റെ അടിവശത്ത് ഇട്ട് കൊടുക്കാം. ഇതിലൂടെയാണ് നമ്മൾ പക്കാവട തയ്യാറാക്കേണ്ടത്. ഇനി കുറച്ച് ഓയിൽ ഇതിൽ തേച്ച് പിടിപ്പിക്കുക. എണ്ണ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്യുക. ഈ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത് വെച്ചാൽ ഇതിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഇറങ്ങി വരും. അതിനാണ് കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കുക. ഇത് വെക്കുകയൊന്നും വേണ്ട, കുഴച്ചിട്ട് പെട്ടെന്ന് തന്നെ അന്നേരം തന്നെ തയ്യാറാക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളൊരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ ഒന്ന് പൊരിച്ച് കോരാനാണ്. അങ്ങനെ പൊരിച്ച് കോരുമ്പോഴത്തേന് പക്കാവടയ്ക്ക് നല്ല മണവും ഒരു കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും. നല്ല ആയിരിക്കും അങ്ങനെ പൊരിച്ചാൽ. അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇതിലേക്ക് മുക്കി കൊടുക്കുകയാണ് ഈ പാത്രത്തിലിട്ട്. ആ എണ്ണയ്ക്കകത്ത് കറിവേപ്പിലയുടെ മണമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നല്ലതാണ്. കറിവേപ്പില മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിനി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് പൊരിക്കാൻ.
നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷമേ ഇത് പൊരിക്കാവുള്ളൂ. കാര്യം എണ്ണ കുടിക്കും. അല്ലെങ്കിൽ ഏത് പലഹാരം നമ്മൾ തയ്യാറാക്കുമ്പോഴും എണ്ണ നല്ലപോലെ ചൂടായിട്ടേ തയ്യാറാക്കാവുള്ളൂ. ഇട്ട ഉടനെ ഇളക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കതിഞ്ഞ് കോരാം. നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പക്കാവട റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ ചൂടിനകത്ത് ഇരുന്ന് തന്നെ ഇതിന് ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആകും. ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ബാക്കിയും കൂടെ നമുക്ക് പൊരിച്ചു പോരാം. ഇതുപോലെ നമ്മുടെ പക്കവട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കളറ് മാറിപ്പോവും. കൂടുതൽ നേരം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കളറ് മാറിപ്പോവും. അന്നേരം അതിൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പം നല്ല കളറൊക്കെ അതാണ്, നല്ല ഗോൾഡൻ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രേ ആകാവുള്ളൂ കളറ്, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇങ്ങനെ വെറുതെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈസിയാണ് തയ്യാറാക്കാൻ. നമ്മൾ ഓണത്തിനൊക്കെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒപ്പം നമ്മൾ ഇതും തയ്യാറാക്കും. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.